Hi friends, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഞാൻ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിന് മുന്നേ ഒരു ഹോം ടൂർ ചെയ്തപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് കാണിച്ചിട്ട് ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇടാമെന്നുള്ളത്. അപ്പോൾ കുറേ പേര് അതിൻ്റെ താഴെ കമൻറ്റ്സ് ഇട്ടിരുന്നു ക്രാഫ്റ്റ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. കമൻറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് അധികം ആൾക്കാർ കാണുമെന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പിന്നെ ഇടാഞ്ഞത്. ഇത് കുറേ മുന്നേ ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടിയിൽ എന്തായാലും കമൻറ്റ്സൊക്കെ അറിയിക്കുക. ഞാനിനി ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ക്രാഫ്റ്റിനായിട്ട് വേറൊരു ചാനലിൽ തുടങ്ങണമെന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ്സിൽ എനിക്കിത് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ഐഡിയ എങ്ങനെ വന്നതെന്നുള്ളതും കൂടെ പറയാം. ഞാനൊരു തവണ ഹോം സെൻറ്ററിൽ പോയപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ബൗൾ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. എല്ലാവരും അവിടെ പോയിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. അതേപോലെ ഞാനും പോയി നോക്കി. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല റേറ്റും ഉണ്ട് കേട്ടോ, അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഒരു ഓഫറൊക്കെ വന്നാലേ നമുക്കത് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഒരിക്കലും ഞാനത് വാങ്ങില്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ ഒരു ഷേപ്പൊക്കെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിയത് നമുക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വന്നതിൻ്റെ ശേഷം പഴയൊരു ബൗളൊക്കെ എടുത്തിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് അങ്ങോട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ പറയുന്നത്. ഇനി ആ ഫോട്ടോ കണ്ടിട്ട് ഇത് ഫോട്ടോത്തെ പോലെ ഒന്നും ഇല്ലല്ലോ എന്നൊന്ന് വിചാരിക്കേണ്ട. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതേപോലെ ഉണ്ടാക്കാൻ പറ്റും. ആ ഫോട്ടോയിലുള്ള ഫ്ലവറൊക്കെ പോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് മടിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്യാനാണ് എടുത്തിട്ടുള്ളത്. ഇത് സോഡൻ്റെ ഒരു ക്യാനാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സോഡ എടുത്ത് കുടിക്കൊന്നും വേണ്ട. ഇത് ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന സോഡൻ്റെ ക്യാനുകളാണിത്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കളയാറില്ല. ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരൊന്നും കളയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ഒന്നും കളയൂല. ഒരു കമ്പി കഷ്ണം പോലും കിട്ടിയാൽ ഞാൻ കളയൂല. എല്ലാം എടുത്ത് വെക്കും. പക്ഷെ അതൊക്കെ എനിക്ക് ഉപകാരമാവലുണ്ട്. ആദ്യം തന്നെ നമുക്ക് കത്തി വെച്ചിട്ട് ആ ഫ്രണ്ടിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. പക്ഷെ കത്രിക കൊണ്ട് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യം കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ അരിയണം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കയ്യിൽ ഇങ്ങനെ തട്ടാൻ നല്ല ചാൻസ് ഉള്ളതാണ്. ഫസ്റ്റ് ചെയ്യണവരെ എപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ട് മുറിയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കത്രിക വെച്ചിട്ട് പിന്നെ അത് കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി വേസ്റ്റൊക്കെ അടുത്തെന്തെങ്കിലും ഒരു പാത്രത്തിലിട്ട് വെക്കണം. അത് തെറിച്ച് പോയാൽ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ തെറിച്ച് നിലത്ത് പോയാൽ നമ്മൾ കാണില്ല. കുട്ടികളൊക്കെ ചവിട്ടുമ്പോൾ കാലിൽ മുറിയാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ പറഞ്ഞു പോകുന്നതെന്നുള്ളത്. ഫസ്റ്റ് ഞാനിത് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം മുറിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയണത് നിങ്ങളിത് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം ഇത് പെട്ടെന്ന് മുറിയാവാൻ ചാൻസ് കൂടുതലാണിത്. നമ്മൾ സ്പീഡിൽ ചെയ്യരുത്. ഒരിക്കലും ഇങ്ങനത്തെ പണികൾ ചെയ്യുമ്പോൾ സ്പീഡ് ചെയ്യരുത്. ഞാനൊക്കെ സ്പീഡിൻ്റെ ആളാണ്. എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. പക്ഷേ ഇതിന്മേലെ സ്പീഡ് ചെയ്താൽ കൈ നല്ല പണി കിട്ടും. അതുകൊണ്ടാണ് പറയണത് നിങ്ങളൊന്ന് നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം നമുക്ക് അനുഭവം ഉണ്ടാകുമ്പോഴല്ല മറ്റുള്ളവരോട് ഷെയർ ചെയ്യൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആകുമ്പോൾ അത് ചെയ്ത് ഫുള്ള് കയ്യിൽ മുറിയായി ഇതെന്താന്ന് നിങ്ങൾ പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയണത്. അപ്പോൾ ക്യാനൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ഇതളുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുന്നതും കൂടെ ഞാൻ ഇതിൽ പല ടൈപ്പിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാ നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് തോന്നണമെന്നുള്ളത് പോലെ നിങ്ങൾ ചെയ്യുക. എല്ലാവർക്കും ഒരേ ഷേപ്പിൽ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഷേപ്പൊക്കെ വ്യത്യാസം വരുന്നുള്ള അങ്ങനെയൊക്കെ പ്രശ്നം വരുന്നവർ ഇതേപോലെ ചെയ്താൽ മതി. ഒരെണ്ണം നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി.
ഇനി അടുത്തത് കട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതേപോലെ ഓരോ ഇതിൽ വെച്ചിട്ട് ആ ഒരു വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറേ വേസ്റ്റ് ആവില്ല, നമുക്ക് ഒരുപാട് ഇതിൽ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ കാണിച്ച പോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 2 അറ്റം അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ കുറേ ടൈപ്പ് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം വെച്ചിട്ട് അങ്ങനെ പെട്ടെന്നൊരു ഫ്ലവർ ഉണ്ടാക്കാനൊന്നും ആർക്കും അങ്ങനെ കഴിയില്ല. കാരണം കൈ ഇങ്ങനെ അതിൻ്റെ സൈഡൊക്കെ തട്ടി മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ വിരൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി വിരലാരും കട്ട് ചെയ്യൊന്നും വേണ്ട. പക്ഷേ ഈ വിരൽ വെച്ചിട്ട് അങ്ങനെ ഷേപ്പ് കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നില്ല എന്ന് പ്രശ്നം വരുന്നവർക്ക് ഈ വിരൽ വെച്ച് നമ്മൾ വിരലിൻ്റെ അങ്ങനെ ആ റൗണ്ടിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വിരലൊന്നും പോയിട്ട് ആരും കട്ട് ചെയ്യണ്ട. അപ്പോൾ ഇതിൽ ബാക്കി വരുന്ന വേസ്റ്റൊക്കെ ഇതേപോലെ ഒരു ബോക്സിലിട്ട് വെക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരു പീസ് താഴെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കില്ല. ആദ്യം കൂടെ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് പാസ് ചെയ്താൽ മതി. അത് ചവിട്ടിയിട്ട് കാല് മുറിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ 4 ക്യാന് വെച്ചിട്ടാണ് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ നല്ല ഷേപ്പിലാക്കാമെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഇനി ഇവിടെയാണ് നല്ലോണം ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ ഈ ഒരു ഷേപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ താഴെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റെ അറ്റം കയ്യിൽ കൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ചെയ്യുമ്പോഴൊരു പ്രശ്നമുള്ളത് എന്തൊരു റിസ്ക് ഉള്ളൊരു സംഭവമാണെന്ന് നിങ്ങളിപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും. ഫസ്റ്റ് ചെയ്യുമ്പോഴൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് ചെയ്ത് ശീലമാകുമ്പോൾ നമുക്ക് എല്ലാ പണിയും ഈസി ആവുമല്ലോ. അതേപോലെ ഫസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും കൈയൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഫസ്റ്റ് നല്ലോണം മുറിയായിട്ടുണ്ടേനു. അപ്പോൾ ഇപ്പം ഞാനിത് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കും. എന്നാലും ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ കയ്യിൽ തട്ടാറുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും തട്ടിയിട്ടുണ്ട്. അത് ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു അറ്റം ഞാനിങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നത്. ആദ്യം താഴെ ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നാലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല വൃത്തിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ഈ പെൻസിൽ വെച്ച് നമ്മളിങ്ങനെ വലിക്കുന്ന ടൈമിൽ കയ്യിൽ സൈഡിൽ നമ്മൾ ചൂണ്ടുവിരലിൽ തട്ടാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഞാൻ വലിച്ചപ്പോൾ എൻ്റെ കയ്യിലൊന്ന് തട്ടി. അപ്പോൾ നിങ്ങളിത് നല്ല ശ്രദ്ധിക്കണം കേട്ടോ. സ്പീഡിൽ വലിക്കരുത്. കാരണം ഇത് സ്ലിപ്പായി പോയിട്ട് കയ്യിൽ നിന്ന് അങ്ങോട്ട് വഴുതി അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ കയ്യിൽ അങ്ങോട്ട് മുറിയാവുന്നത്. അപ്പം എൻ്റെ ഇങ്ങനെ ചെയ്തപ്പം ഒന്ന് മുറിയായിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം സ്പീഡ് കുറയ്ക്കുക. ഈ പണി ചെയ്യുമ്പോൾ അത്യാവശ്യം ക്ഷമയിൽ സ്പീഡ് കുറച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബൗളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വലിക്കുന്ന ടൈമിൽ നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന ടൈമിൽ അങ്ങോട്ട് ഇതാവുന്നതാണ്, മുറിയാവുന്നതാണ്. കാരണം നല്ല ബ്ലേഡ് പോലെ മൂർച്ചുണ്ടാവും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ കാണിക്കേണ്ടത് ഇത് വലിക്കുമ്പം അങ്ങനെ മുറിയായതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞത് ഇപ്പം മനസ്സിലായല്ലോ. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളാണിത്. ഇതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബൗൾ എടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ബൗളാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെയായിട്ട് എനിക്ക് കളയാനേ തോന്നിയിട്ടില്ല. അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ അതെനിക്കൊരു ഉപകാരമായി. അപ്പോൾ ഈ ഒരു ബൗൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ താഴായിട്ട് ഞാൻ ഒരു കുഞ്ഞു ബൗൾ തന്നെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു ബൗളാണ്. അപ്പോൾ അത് കമഴ്ത്തി വെച്ചിട്ട് ഈ വലിയ ബൗള് നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഗമ്മ് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണില്ലേ, അത് വെച്ചിട്ടാണ്, അതിൻ്റെ ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഗ്ലൂ ഗണ്ണ് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കും. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാത്തിനും ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കും ചെയ്യും അത്.
ആ ബൗൾ കമഴ്ത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്ലൂ തേക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ വലിയ ബൗൾ വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ബൗൾ വെക്കുമ്പോൾ ഈ ചെരിഞ്ഞിട്ടൊന്നും വെക്കാതെ ശ്രദ്ധിക്കുക. ചെരിഞ്ഞൊക്കെ നമ്മൾ വെക്കുമ്പോൾ പിന്നെ അത് പറിച്ചെടുത്തിട്ട് പിന്നെ അത് വെക്കുമ്പോൾ ഇതിൻ്റെ ഗ്ലൂ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആകെ ബോറായിരിക്കും. നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗമൊക്കെ ഒരു വൃത്തിയില്ലാതാവും. അപ്പോൾ ഇത് വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ആ ഒരു ഷേപ്പിൽ വെക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം മേലെ വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഗ്ലൂ ഒക്കെ ഒന്ന് നല്ല കറക്റ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചില ഭാഗം പെട്ടെന്ന് ഉണങ്ങിയിട്ട് ആ ഭാഗം ഒന്ന് പൊന്തിങ്ങാണ്ടും താന്നുങ്ങാണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേലെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പൊട്ടിയ ഭാഗം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് അടച്ചിട്ടുണ്ട്, അത് കയ്യിൽ തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് വെച്ച ഫ്ലവർ ഉണ്ടാക്കിയ വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഫ്ലവർ ഉണ്ടാക്കുന്നതിലൂടെ ഞാൻ കാണിക്കാം. ഇത് ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ് കേട്ടത്. ഇപ്പം ഇങ്ങനെ നല്ല കഴിവ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ ഫ്ലവർ വെക്കുമ്പോഴും നമുക്കിങ്ങനെ ഷേപ്പ് ആവണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് വെച്ച് പോയാൽ മതി. അപ്പോൾ തന്നെ അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാവും. ഇനിയിപ്പോൾ അങ്ങനെ നല്ല കറക്റ്റ് ഷേപ്പിലാവണമെന്നൊന്നുമില്ല. പിന്നെ ഈ ഒരു ഫ്ലവർ വെക്കുന്ന ടൈമിൽ ഓരോ ഇതിലിങ്ങനെ വെക്കുന്ന ടൈമിൽ അതിൻ്റെ അടുത്ത് ഒന്ന് മുട്ടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അത് വിട്ട് നിൽക്കുമ്പോൾ പിന്നെയും പറിച്ച് ഒട്ടിക്കേണ്ടി വരും. എനിക്ക് അങ്ങനത്തെ ഒരു അബദ്ധം വന്ന് ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ ഞങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഇനി അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റ് ഇതിൽ കാണിക്കണ്ടേ ഞാനിത് കുറച്ച് ഗ്യാപ്പ് വന്നപ്പം അത് പറിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് പോയിട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓരോ ഇതൾ വെക്കുമ്പോഴും അടുത്ത ഫ്ലവറിൻ്റെ അടുത്ത് തട്ടിയിട്ട് വെക്കുന്ന രീതിയിൽ ഒന്ന് വെച്ചാൽ മതി. ഇതിൻ്റെ നടുക്ക് വെച്ചിട്ടുള്ള ഈ മുത്ത് ഞാനിവിടെ 1-10 ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. 3 ദിറംസ് എങ്ങാനുമാണ് അതിന്. ഈ നാട്ടിലുള്ളവർക്കൊക്കെ കുട്ടികളെ മാലിൻ്റെ മുത്തൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടും ഇതിമേലൊന്ന് ഒട്ടിച്ചാൽ മതി. ഇനി സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവില്ല എന്താ അതിൽ വെച്ചിട്ടുള്ളത് എന്നൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒട്ടിച്ചത് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് ഞാൻ കത്തി വെച്ചിട്ടാണ് അടർത്തിയെടുത്തത്. ചിലപ്പോൾ നമ്മൾ അടർത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ അങ്ങോട്ട് അടർന്ന് പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഒട്ടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അതാണ് ഞാൻ ഈ വീഡിയോ കളയാതെ നിങ്ങൾക്കൊന്ന് കാണിച്ചത്. അപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് സ്പ്രേ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ സ്പ്രേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് എന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം ഏത് ഷോപ്പിൽ നിന്നാണെന്നുള്ളത്. ഇവിടെ ദുബായിൽ നിന്ന് ഞാൻ വാങ്ങിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് എനിക്ക് ശരിക്കും അങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതാണ് ആ വീഡിയോ ഞാൻ ഒഴിവാക്കിയത്. പിന്നെ ഈ ഒരു സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ആസ്മ അലർജിയൊക്കെ ഉള്ളവർ ഒന്ന് മാസ്ക് ഇട്ടിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുട്ടികളൊന്നും ഈ ഒരു പെയിൻറ്റ് ചെയ്യുന്ന നേരത്ത് അടുത്ത് വരാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഉണങ്ങിയതിന് ശേഷം ഞാൻ ഒരു മെറ്റൽ കളർ പോലത്തെ മെറ്റാലിക് എന്നൊക്കെ പറയും ആ ഒരു സ്പ്രേ പെയിൻ്റാണ് ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്പ്രേ പെയിൻറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത സ്പ്രേ പെയിൻറ്റിങ് മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ കുറച്ചും കൂടെ ആ ഒരു കളറ് വേറെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. അത് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ആ സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ കളർ തന്നെ മാത്രം മതിയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സ്പ്രേ പെയിൻ്റൊക്കെ വാങ്ങിച്ച ഷോപ്പിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ദുബായിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഈ സ്പ്രേ പെയിൻറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ ഒരു കളറിലുള്ളത്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാനിതിൽ കുറേ സംസാരിച്ച് ബോറാക്കിക്കണമെന്ന് എനിക്കൊരു ചെറിയൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻസിൽ എല്ലാവരും അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.